ഹലോ, ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, മേക്കപ്പിനെ കുറിച്ച് ഒരു ABCD പോലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബേസിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്ലൂ ഹെവന്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ആണ്. ഇതിൽ അത്യാവശ്യം ഒരു ബേസിക് മേക്കപ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്കിതിൻ്റെ റേറ്റ് 300 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയത്. അതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ ഒരു സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തേക്കാം. അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് ഒട്ടും മേക്കപ്പ് അറിഞ്ഞുകൂടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രൈഡൽ കോംബോ കിറ്റാണിത്. ബ്രൈഡൽ കോംബോ കിറ്റാണെങ്കിലും നമുക്കല്ലാതെയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വയ്ക്കുക എന്നാണ്. അതായത് ഞാൻ ചെയ്യുന്ന വഴിയെന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ ഒരു കോഫി സ്ക്രബ് ഉണ്ടാക്കും. സ്ക്രബ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്ത ശേഷം ആ ഒരു തരിതരിപ്പൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരുന്നാലേ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു വൃത്തിയും മെനയൊക്കെ കാണും. അപ്പോൾ ഞാൻ അതിന് ബെസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വോളിലൊക്കെ പെയിന്റ് അടിക്കുമ്പോൾ പുട്ടിയിടാതെയോ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യാതെയോ നമ്മൾ പെയിന്റ് അടിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഇരിക്കും. കണ്ടോ, ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും പെയിന്റ് അടിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. പകരം നമ്മൾ പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിന്റ് അടിക്കാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫേസും അതേപോലെയാണ്. ഈ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു മോയ്സ്ചറൈസർ. കാരണം ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എടുക്കുക. അത് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫേസ് ഒക്കെ നല്ല ഡ്രൈ ആവും. നമ്മളുടെ ആ ഒരു നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു മോയ്സ്ചറൈസർ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ ഫേസും അതുപോലെ തന്നെ ഫേസും ലിപ്പും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രം നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ആ ഒരു സ്കിന്നിന് കുറച്ചും കൂടെ ഒരു ജീവൻ വെച്ച പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളെന്നല്ല, കുറച്ച് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ, നമുക്ക് സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഉണർവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലിപ്പും ഒന്ന് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ലിപ്പും ഒന്ന് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുത്തു. ഈ മോയ്സ്ചറൈസർ രണ്ടും ഇതിൻ്റെ കൂടെ വരുന്നതല്ല, ഇത് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മൾ മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഐ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. കാരണം ഞാൻ ഫേസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എൻ്റെ ഈ ഐക്കും അതുപോലെ തന്നെ ലിപ്പിനുമാണ്. അപ്പോൾ ഐ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ ഐ മേക്കപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഐ മേക്കപ്പിലോട്ട്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നതാണ്. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ പെൻസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു സ്മൂത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പിടിച്ച് നമ്മൾ ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കട്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വൃത്തിയിടാവും. പകരം നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഐബ്രോയുടെ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ കാണുമ്പം നാച്ചുറൽ ഒരു ഐബ്രോ പോലെ തന്നെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ കരിവരച്ച് കൊടുക്കില്ല, അതേപോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പെൻസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ പിടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കളർ. നമ്മൾ എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ബ്രൗൺ കളർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ആയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് തോന്നും, നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടൂല. പകരം നമ്മൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. നമ്മുടെ ആ ഒരു ഐബ്രോയുടെ ആ ഒരു ഷേപ്പിൽ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ഒരു ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. ഇത് കുറച്ചും കൂടെ നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ നോർമൽ ഐബ്രോ, പക്ഷെ നല്ലൊരു നാച്ചുറൽ എഫക്റ്റിൽ തന്നെ ഇതാ കണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐബ്രോയും കൂടെ ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐലാഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഐലാഷ് പാലറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ 4 കളറേ ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ളത് ചൂസ് ചെയ്ത് ഐലാഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇതോ ആയിരിക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ടൂൾസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. എൻ്റെ ആയുധം എന്ന് പറയുന്നത് ഈ ഒരു കൈ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് 2 സൈഡും. അപ്പോൾ ഞാൻ ഐ ഷാഡോയും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, ഈ ഒരു കളറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിന് ഒരു ഔട്ടർ ലൈൻ കൊടുക്കുക എന്നതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാജൽ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിന് ഫുള്ളായിട്ടൊന്ന് ഔട്ടർ ലൈൻ കൊടുക്കുക. അതായത് മുകളിലും കൊടുക്കണം, അതുപോലെ തന്നെ താഴെയും കൊടുക്കണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് ജസ്റ്റ് താഴെ ഒരു ഔട്ടർ ലൈൻ കൊടുക്കാം. അപ്പോൾ താഴെ ഞാനാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലും കൂടെ ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടർ ലൈൻ കൊടുക്കാം. എന്നിട്ട് ഞാൻ താഴെ കുറച്ച് നന്നായിട്ട് കട്ടിക്ക് വരയ്ക്കും. കാരണം ഞാൻ ഐലൈനർ താഴെ വരയ്ക്കുന്നില്ല, കാജൽ തന്നെയാണ് താഴെ വരയ്ക്കുന്നത്. മുകളിൽ നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ വെച്ച ശേഷം അപ്പോൾ ഞാൻ മുകളിലും ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഞാൻ മുകളിലും താഴെയും ഒരു ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ണിലും ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് താഴെ ഒന്ന് നന്നായിട്ട് കട്ടിക്ക് വരയ്ക്കുകയാണ്. അതായത് നമുക്ക് വേറെ ഐലൈനർ ഒന്നും യൂസ് ചെയ്യാതെ നന്നായിട്ട് തന്നെ ഞാൻ ഈ ഒരു കാജൽ വെച്ച് താഴെ നല്ലതായിട്ട് കറുപ്പിച്ച് വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ വരയ്ക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഐലൈനർ വരച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഐലൈനർ വരച്ചു കൊടുക്കാം. ഞാൻ ഐലൈനർ നോർമലായിട്ട് വരയ്ക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഔട്ടർ ലൈൻ കൊടുക്കും. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് എത്രത്തോളം കട്ടി വേണോ അത്രത്തോളം ഞാൻ മുകളിലോട്ട് ആക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ചിലവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കട്ടിക്ക് കണ്ണെഴുതണമെന്നായിരിക്കും, ചിലവർക്കാണെങ്കിൽ നൈസായിട്ട് എഴുതാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കട്ടിക്ക് വരച്ചു കൊടുക്കുകയാണ്. കാരണം കണ്ണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിക്ക് ഞാൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കണ്ണിൽ വരച്ചു കൊടുത്തു. അതേപോലെ ഈ കണ്ണിലും കൂടെ വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ 2 കണ്ണിലും ഐലൈനർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ടാണ് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മസ്കാര നല്ലതായിട്ട് വോളിയം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസ്കാര യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങിയ ശേഷം, നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് ഈ മസ്കാര യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐലൈനറൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് മസ്കാര വലുതായിട്ട് അപ്ലൈ ചെയ്യാനൊന്നും അറിയത്തില്ല. അതാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പണി കിട്ടും. ഞാൻ ഈ ഒരു ബ്രൈഡൽ കിറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഫൗണ്ടേഷൻ തന്നെയാണ്. പക്ഷേ എനിക്കത് സൂട്ടബിൾ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത ശേഷം കയ്യിൽ നേരെ അപ്ലൈ ചെയ്യുക. ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാതെ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമല്ലോ, പാലറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വളരെ കുറച്ച് മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം അത് ഒരുപാട് കൂടിയാലും ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്ത ശേഷം കുറച്ച് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കാം. ടാബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ എല്ലായിടത്താവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തില്ലേ, ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കരുത്. പകരം നമ്മൾ ജസ്റ്റ് താഴോട്ട് വേണം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടായി കൊടുക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡായി ഇതാ ഇവിടെ പോയി ചെറിയ ചെറിയ കട്ടുകളായിട്ട് ഇരിക്കാനും വൃത്തികേടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ആ ഒരു വൃത്തികേടില്ലാതെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ. ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ആ ഒരു നാച്ചുറൽ ലുക്ക് മാറി ആ ഒരു മേക്കപ്പ് ഇട്ട ലുക്കാവും. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡറിൻ്റെ കൂടെ ഈ ഒരു ഇതാണ് നമ്മൾ കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ആയി കൊടുക്കുക. ഇതിൽ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫേസിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ, ഒരുപാട് ഇടരുത്. കുറച്ച് മാത്രം എടുത്ത് നമുക്കിങ്ങനെ ഫേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെക്കിൽ നമുക്കിതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോമ്പാക്ട് പൗഡറും കഴിഞ്ഞു. ഇനി നമുക്ക് ഇടേണ്ടതാണ് ബ്ലഷ്. അത് നമ്മുടെ നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാനാണ്. നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ നമ്മൾ ആ ഒരു നാച്ചുറൽ ലുക്ക് മാറി കുറച്ചും കൂടെ ഒരു മേക്കപ്പ് ലുക്കിലോട്ട് പോകും. അതൊന്ന് മാറ്റി കുറച്ചും കൂടെ നമ്മളെ നാച്ചുറൽ ലുക്കിലോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫേസിന്, അതായത് മേക്കപ്പ് ഒന്നും ചെയ്യാതെ നോർമൽ ആയിട്ടുള്ള ഒരു ഫേസിന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് ചെറിയൊരു ബ്ലഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ സ്കിൻ ടോണും ഒരേ കളർ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചുവന്ന കളറും അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ഡിഫറൻസ് കാണും. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ബ്ലഷും നമ്മൾ ഒരുപാട് എടുത്താൽ വൃത്തികേടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. 2 കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെയും ഞാൻ 2 കൈ വെച്ച് ടാബ് ചെയ്യുന്നു. ഇവിടെ വെച്ച് പിന്നെയും കുറച്ച്. അപ്പോൾ ഞാൻ ബാക്കി വന്ന കുറച്ച് ബ്ലഷ് ജസ്റ്റ് ഒന്ന് നോസിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നമുക്ക് ഇവിടെയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് തിരിച്ചു വന്നത് കണ്ടോ ഇവിടെ ബ്ലഷ് ഇട്ടപ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയായിരിക്കും, നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. മോസ്റ്റ് ഓഫ് ഗേൾസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം കൊണ്ടു കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ഷെയ്ഡാണ് വരുന്നത് കണ്ടോ. ഈ 2 ഷെയ്ഡാണ് വരുന്നത്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എന്നിട്ട് ഇതാ ഈ ഒരു ലിപ്സ്റ്റിക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ല, അത് ഡിലീറ്റ് ആയി പോയതാണ്. എന്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തായിരുന്നു, അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്. എൻ്റെ സ്കിൻ ടോണിന് യോജിച്ച് പോവും എന്ന് എനിക്ക് തോന്നി. 2 ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഞാൻ ഫസ്റ്റത്തെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയും ഇതും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും. നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് കുറച്ച് അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. നമ്മൾ ബേസിക് ആയിട്ട് അത് ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ലിപ്പിൽ ലിപ് ബാം യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ലിപ്പും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വരണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലിപ്പും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ലിപ്പും അതുപോലെ തന്നെ ഫേസ് കെയറും എല്ലാം ആയിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാം. കാരണം നമ്മളെ ഡെയിലി റൊട്ടീനിൽ നമ്മുടെ ഫേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെ ലിപ്പായിരുന്നാലും കുറച്ചും കൂടെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ, നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നത് ഡള്ളാണ്. അതായത് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസത്തിൽ കൂടുതലായി. കാരണം ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് കറണ്ട് അങ്ങനെയില്ല. 2 ദിവസം മുമ്പാണ് ഭയങ്കര കാറ്റായിരുന്നത്. അതിന് മുമ്പ് മഴയായിട്ട് കുറച്ച് ദിവസം കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ പുതുതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.